നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭയായ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ വിടവാങ്ങി. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. വഴുതക്കാട് ഉദാര ശിരോമണി റോഡിലെ വസതിയായ പിറവി എന്ന വീട്ടിലായിരുന്നു അവസാന സമയം. ഏകദേശം 40-ലധികം സിനിമകൾക്ക് ഛായാഗ്രാഹണം നിർവഹിച്ച ഷാജി എൻ കരുൺ അന്തരിച്ച അതുല്യ കലാകാരൻ കൂടിയായിട്ടുള്ള ജി അരവിന്ദൻ്റെ ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായിട്ടുള്ള ഊർജം പകർന്നു നൽകിയ ഒരു മഹത് വ്യക്തിത്വം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സൃഷ്ടികൾ അത് നിരവധി ആളുകൾക്ക് പഠനവിധേയമായി തന്നെ മാറുകയാണ്. പിറവി, സോപാനം, സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിശ്രാങ്ക്, AKG എന്നിങ്ങനെ ഒട്ടനവധി കലാമൂല്യം തുളുമ്പുന്ന നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഇതിനേറെ പറയുന്നു, അന്താരാഷ്ട്ര തലത്തിൽ പോലും മലയാള സിനിമയെ എത്തിച്ച ഒരു അതുല്യ പ്രതിഭയായി അദ്ദേഹത്തെ എടുത്തു പറയാൻ സാധിക്കും. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങളാണ് വാരിക്കൂട്ടാനായി സാധിച്ചത്. തൊട്ടടുത്ത രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രമെന്ന സവിശേഷത കൂടി നമുക്ക് നേടിത്തന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും എല്ലാ സൃഷ്ടികളുമൊക്കെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ തോതിൽ തന്നെ മികച്ചതായി ഒന്നിനൊന്ന് നേട്ടം കൊയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ N കരുണാകരൻ്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനായാണ് ഷാജി എൻ കരുൺ ജനിച്ചത്. പള്ളിക്കര സ്കൂൾ, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക കോളേജ് വിദ്യാഭ്യാസം. 1971 ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്ന് ഛായാഗ്രാഹണത്തിൽ ഡിപ്ലോമ നേടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിയമിതനായി. പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറിയത്. അരവിന്ദൻ്റെ കീഴിൽ ഛായാഗ്രാഹകനായി ഒട്ടനവധി സിനിമകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അതുകൂടാതെ മലയാളത്തിൽ തന്നെ പ്രശസ്ത സംവിധായകരായിട്ടുള്ള KG ജോർജ്, MT വാസുദേവൻ നായർ എന്നിവർക്കൊപ്പവും ഷാജി എൻ കരുണിന് പ്രവർത്തിക്കാനായി സാധിച്ചു. 70-ലധികം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും 31ഓളം പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി, കാൻ ചലച്ചിത്രമേളയിൽ പാംദോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ തന്നെ എത്തിക്കുന്ന തരത്തിൽ മലയാള സിനിമാ മേഖലയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ വാരിക്കൂട്ടുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 7 വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരമായിട്ടുള്ള ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന പദവി നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. അതുല്യ പ്രതിഭയ്ക്ക് രാജ്യം തന്നെ വിട നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.